ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പുതിയ വെളിപ്പെടുത്തലുകൾ. ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയ ശേഷം ബാക്കി വന്ന 474 ഗ്രാം സ്വർണത്തിന് പകരമായി 9,99,995 രൂപ ഡിമാൻഡ് ഡ്രാഫ്റ്റായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൽകിയെന്ന് ബെല്ലാരിയിലെ റോത്തം ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ ഹൈക്കോടതിയിൽ വെളിപ്പെടുത്തി. ദേവസ്വം ബോർഡിന്റെ അന്നദാന ട്രസ്റ്റിലേക്കാണ് ഈ തുക കൈമാറിയതെന്ന് ഗോവർദ്ധൻ കോടതി അറിയിച്ചു. പണം നൽകിയതിന്റെ രേഖകൾ അദ്ദേഹം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെയാണ് ശബരിമല അയ്യപ്പസ്വാമിക്ക് ഏകദേശം 2,73,000 രൂപ വിലമതിക്കുന്ന സ്വർണമാലയും നിർമ്മിച്ച് നൽകിയിട്ടുണ്ടെന്ന് ഗോവർദ്ധൻ പറയുന്നത്. ഈ സ്വർണമാലയ്ക്കായി ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിൽ 43,000 രൂപ മുടക്കി ഇൻഷുറൻസ് എടുത്തിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. അന്വേഷണ സംഘം തന്നെ ഭീഷണിപ്പെടുത്തിയതായി ഗോവർദ്ധൻ ആരോപിക്കുന്നു. അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി ബെല്ലാരിയിൽ തന്നിൽ നിന്നും 474 ഗ്രാം സ്വർണം റിക്കവർ ചെയ്തുവെന്നും ഇത് ഏകദേശം 59 ലക്ഷം രൂപയുടെ മൂല്യമുള്ളതാണെന്നും അദ്ദേഹം വാദിക്കുന്നു. സ്വർണത്തിന് പകരമുള്ള പണം ദേവസ്വത്തിന് നൽകിയ സാഹചര്യത്തിൽ വീണ്ടും സ്വർണം പിടിച്ചെടുത്തതിലൂടെ തനിക്ക് ഇരട്ടി നഷ്ടം സംഭവിച്ചുവെന്നാണ് ഗോവർദ്ധൻ കോടതിയെ അറിയിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള തന്റെ ബന്ധം 2009 കാലഘട്ടം മുതലുള്ളതാണെന്ന് ഗോവർദ്ധൻ വെളിപ്പെടുത്തി. കന്നഡയും ഇംഗ്ലീഷും മാത്രം അറിയാമായിരുന്ന തനിക്ക് പടിപൂജ ബുക്ക് ചെയ്യാൻ പോറ്റി സഹായിച്ചതോടെയാണ് ഈ സൗഹൃദം തുടങ്ങിയത്. തുടർന്ന് പോറ്റിയുടെ നിർദ്ദേശപ്രകാരം ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ നിർമ്മാണത്തിന് പൂർണ്ണമായും പണം മുടക്കിയത് താനാണെന്നും ഗോവർദ്ധൻ പറയുന്നു. തേക്ക് നടിയിൽ ചെമ്പുപാളികൾ പതിച്ചതിൽ സ്വർണം പൂശുന്നതിനുള്ള ചിലവുകൾ താനാണ് വഹിച്ചത്. പിന്നീട് കട്ടളപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളും സ്വർണം പൂശുന്നതിലും സ്പോൺസറാകാൻ തന്നോട് ആവശ്യപ്പെടുകയായിരുന്നു. പണം നൽകിയതിന്റെയും പടിപൂജയ്ക്ക് ബുക്ക് ചെയ്തതിന്റെയും രേഖകൾ സഹിതമാണ് ഗോവർദ്ധൻ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഈ വാദങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ 2021 അയ്യപ്പന് ചാർത്താനായി നൽകിയ 10 പവന്റെ സ്വർണമാല ദേവസ്വം ബോർഡ് കണക്കിൽപ്പെട്ടത് 2 വർഷത്തിനു ശേഷം സ്വർണ്ണക്കൊള്ള ആസൂത്രകനായ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി മാളികപ്പുറത്തെ ഒരു ശാന്തിക്കാരനെയാണ് മാല ഏൽപ്പിച്ചത്. ശബരിമല പാളികളിലെ സ്വർണം വാങ്ങിയ ശേഷം ഗോവർദ്ധന് പല പ്രശ്നങ്ങളുണ്ടാവുകയും പ്രായശ്ചിത്തമായി മാല നൽകാൻ തീരുമാനിക്കുകയുമായിരുന്നു. ദേവസ്വം ഓഫീസിലെത്തിയെങ്കിലും രസീതിനായി വിലാസം നൽകണമെന്ന് പറഞ്ഞപ്പോൾ മടങ്ങിപ്പോയി. തുടർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി മാളികപ്പുറം മേൽശാന്തിയുടെ സഹായിയെ ഏൽപ്പിക്കുകയായിരുന്നു. ഇയാളത് മഹസറിൽ രേഖപ്പെടുത്തുകയോ അധികൃതരെ അറിയിക്കുകയോ ചെയ്യാതെ മാളികപ്പുറത്ത് ചാർത്തി പൂജിച്ചു. സ്വകാര്യ വ്യക്തി നൽകിയ സ്വർണം അനുമതിയില്ലാതെ തിരുവാഭരണമായി ഉപയോഗിക്കാൻ കഴിയില്ല. ഗുരുതര ചട്ടലംഘനമാണ് ഇക്കാര്യത്തിലുണ്ടായത്. 2 വർഷത്തിനു ശേഷം മാലയുടെ വില ചോദിച്ച് ഗോവർദ്ധൻ ബോർഡിന് മെയിൽ അയച്ചതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് കണക്കിൽ ചേർക്കാതെ മാല മാളികപ്പുറത്ത് ചാർത്തിയതായി കണ്ടെത്തിയത്. തുടർന്ന് നിയമോപദേശം സ്വീകരിച്ച ശേഷം ബോർഡ് ബിൽ നൽകി. ശബരിമലയിലെ വേർതിരിച്ച സ്വർണം കൈപ്പറ്റിയത് മനോവിഷമം ഉണ്ടാക്കിയെന്നും പ്രായശ്ചിത്തം ചെയ്തുവെന്നും ഗോവർദ്ധൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. ദേവസ്വം അന്നദാന ഫണ്ടിലേക്ക് 99 ലക്ഷം രൂപ സംഭാവന നൽകിയതായി മൊഴി നൽകി.